പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ, അബുദാബി എന്നിവിടങ്ങളിലെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം പിന്നെയും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോൾ തീരും? അതായത് അത് അടുത്തൊന്നും തീരില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ജന്മസ്ഥാൻ, അതായത് ശ്രീകൃഷ്ണൻ്റെ, പിന്നെ മധുരയിലെ നാൻബാബി, മധുര കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം, അത് കുറച്ച് കാലം കൂടിയൊക്കെ തുടരുമല്ലോ എന്തായാലും. കാരണം കോടതിയിൽ കിടക്കുകയാണ്. ആ കോടതിയിൽ കിടക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിൽ ഒരെണ്ണം കോടതിയിൽ 18 കൊല്ലമൊക്കെ കിടന്ന ഇത് തന്നെയാണ്. അതായത് കൽക്കി. അതെ, അതും ഉത്തർപ്രദേശിലെ സാമ്പൽ ദശാവതാരങ്ങളിൽ അവസാനത്താണല്ലോ കൽക്കി. അതെ, അപ്പോൾ അതുകൊണ്ടാണ് അത് മധുര പോലെയല്ല, അയോധ്യ പോലെയല്ല എന്നൊക്കെ പറയുന്നത്. കാരണം അതൊക്കെ ജന്മസ്ഥലങ്ങളാണല്ലോ, ജന്മഭൂമി. കൽക്കി വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ജന്മഭൂമി അല്ല അത്. പക്ഷെ അദ്ദേഹം വരുമ്പോ കലിയുഗത്തില് ആ അവതാരം ഉണ്ടാവുമ്പോൾ അത് സാമ്പലിലായിരിക്കും എന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ. എവിടെയാണ് ഈ സാമ്പൽ എന്ന് പറയുന്നത്? എവിടെയാണ് അത്? ഡൽഹിയിൽ നിന്ന് 160 കിലോമീറ്ററോ മറ്റോ ആണത്, ഉത്തർപ്രദേശില്. അപ്പോൾ അല്ല സാർ, ഒരു സംശയം ചോദിക്കട്ടെ. വരാനിരിക്കുന്ന അവതാരമാണ്, അപ്പോൾ അവിടെ പ്രതിഷ്ഠയുടെ ആവശ്യമുണ്ടോ? അവിടെ പ്രതിഷ്ഠ പുരാതനമാണ്, മുമ്പേ ഉണ്ട്. നമ്മൾ ദശാവതാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ചോദ്യത്തിൻ്റെ സാങ്കത്യം റദ്ദായി പോകുന്നത് എന്തുകൊണ്ട് ഈ കൽക്കിയെ ദശാവതാരങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിക്കുന്ന പോലെയാണ്. ദശാവതാരത്തിലുണ്ടല്ലോ അദ്ദേഹം, വിഷ്ണു ആയിട്ട് തന്നെ. നമ്മൾ കൽക്കിയുടെ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോഴും ആരെയാണ് ആരാധിക്കുന്നത്? വിഷ്ണുവിനെയാണ്. അതാണ് അതിനുള്ള ന്യായം. അപ്പോൾ കൽക്കി ഭഗവാന്റെ അവിടുത്തെ ഈ പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ കുറേ വർഷങ്ങളായിട്ട്. അവിടെ ഒരു ക്ഷേത്രം പണിതത് പൃഥ്വിരാജ് ചൗഹാനാണ് എന്നാണ് ചില പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷെ പിന്നീട് ബാബർ വന്നപ്പോൾ, ബാബറിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സേനാധിപനായ ഹിന്ദു ബേഗ് എന്ന് പറഞ്ഞ ആള് ഈ ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം തകർത്തു. അങ്ങനെ ക്ഷേത്രം തകർത്തിട്ട് ഷാഹി മസ്ജിദ് അവിടെ പടുത്തുയർത്തി. ഇപ്പോഴും ഈ മസ്ജിദ് ഉണ്ട്. മസ്ജിദിൽ നിന്ന് വളരെ അകലെയൊന്നും അല്ല ഇപ്പോഴത്തെ ഈ കൽക്കി പുതിയ ക്ഷേത്രം വരാൻ പോകുന്നത്. പക്ഷെ ആ ഈ പൊളിച്ച ക്ഷേത്രങ്ങൾക്കൊക്കെ പകരം ഒരു ദൗത്യമായിട്ട് തന്നെ നമ്മുടെ മാൾവയിലെ മറാത്ത റാണി അഹില്യബായി ഹോൾക്കർ അവർ ക്ഷേത്രങ്ങൾ പണിയുന്നുണ്ടായിരുന്നു. കാശിയിൽ, അതുപോലെ പല സ്ഥലങ്ങളിലും അവർ മഹാകാള ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, അങ്ങനെ ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ട് അവർ ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ അഹില്യബായി ഹോൾക്കറാണ് പിന്നീട് ഈ ക്ഷേത്രം പണിയുന്നത്, കൽക്കി ക്ഷേത്രം. അല്ല സാർ, ഒരു സംശയം. ഈ ക്ഷേത്രങ്ങളൊക്കെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണം, സംശയമൊന്നുമില്ല. ഇതിനെല്ലാത്തിനും പ്രധാനമന്ത്രി തന്നെ പോകണം. പ്രധാനമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ല. അത് ഈ കൽക്കി ക്ഷേത്രത്തിൻ്റെ അകത്ത് കുറച്ച് രാഷ്ട്രീയമുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ അവസാനത്തെ ഹിന്ദു ആത്മീയ ആചാര്യൻ എന്ന് പറയാവുന്ന പ്രമോദ് കൃഷ്ണം എന്ന് പറഞ്ഞ ആൾ, പലയിടത്തും ആത്മീയ ആചാര്യന്മാരുണ്ടല്ലോ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോൾ പണ്ട് ധീരേന്ദ്ര ബ്രഹ്മചാരിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് പ്രമോദ് കൃഷ്ണം എന്ന് പറഞ്ഞ ആളാണ്. അയാളെ ഈ കോൺഗ്രസിൻ്റെ ഈ കപടമതേതരത്വത്തിന് നിരക്കാത്ത ചില അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞിട്ട് സമീപകാലത്ത് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. വലിയ ആചാര്യനാണ്, മതാചാര്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും പക കാണുമല്ലോ. അദ്ദേഹമാണ് ഈ കൽക്കി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹം മോദിയെ ക്ഷണിച്ചു കല്ലിടാൻ. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അപ്പം മോദി സ്വീകരിക്കുന്നതാണല്ലോ അതിൻ്റെ ശരി. മാത്രമല്ല ആ ഭാഗത്തുമൊക്കെ തിരഞ്ഞെടുപ്പ് കാണുമല്ലോ. അതാണ് ഈ പിന്നെ തകർക്കപ്പെട്ട സ്ഥലമാണ്, പ്രധാനപ്പെട്ട ക്ഷേത്രവുമാണ്.
പല സ്ഥലങ്ങളിലും അങ്ങനെ ക്ഷേത്രങ്ങൾ പൊന്തി വരുന്നുമുണ്ട്. നല്ലതാണത്. പല സ്ഥലത്തും ഒരു ഹിന്ദു നവോത്ഥാനം ഉണ്ടാകുന്നതുമൊക്കെ ആ പാർട്ടിക്ക് നല്ലതാണ്. ഇതുപോലെ അദ്ദേഹം 22-ാം തീയതി ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മെഹ്സാന ജില്ലയിൽ അദ്ദേഹം തരബ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, ഇത് വടക്ക് പടിഞ്ഞാറൻ ഗുജറാത്തിലാണ്, അവിടെ ഇടയ സമൂഹമുണ്ട്, ഗോത്രം ആണ്, ഗോത്രവർഗക്കാരെ, ഒട്ടകവുമായി ബന്ധപ്പെട്ട എന്തോ ആചാരമൊക്കെ അല്ലേ? അവർ ഒട്ടകവുമായിട്ട് പല സ്ഥലത്തേക്കും സഞ്ചരിക്കുന്ന ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ മുക്കോന്മാരൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ കുടുംബ സംരക്ഷണം, അവർ കടലിലേക്ക് പോകുമെന്ന് പറയുന്ന പോലെ ഇവർ ഒട്ടകവുമായിട്ട് പല നാടുകളിലേക്കുമൊക്കെ പോകുമ്പോൾ വീട് നോക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ഇപ്പോൾ അങ്ങനെ പഴയ പോലെ ഒട്ടകത്തിൻ്റെ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആട് മേയ്ക്കൽ, കാലിമേയ്ക്കൽ, പശുവിനെ വളർത്തൽ, പിന്നെ അവർക്ക് പരമ്പരാഗതമായിട്ട് സ്ത്രീകൾ എംബ്രോയിഡറി അത് ചെയ്യാറുണ്ട്. അതും ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നു. പിന്നെ 2001 ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ ധാരാളം കഷ്ടനഷ്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവർ കച്ച് മേഖലയിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവർ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, സിന്ധ്, പിന്നെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ അതുമൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ് ഇവർ. അപ്പം അങ്ങനെ ഇവർക്ക് വേറൊരു ഗുണമുണ്ട്. ഇവർ ഒട്ടകത്തിൽ മുമ്പ് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു ഖിൽജി സുൽത്താനേറ്റിനെതിരെ ഡൽഹി ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഇങ്ങനെ തുടങ്ങിയ സുൽത്താൻമാർക്കെതിരെ ഒട്ടകപ്പുറത്ത് പോയി പോരാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോരാട്ട വീര്യമുള്ള ആളുകളാണ്. അതുപോലെ ഈ മുബാറക് ഷാ എന്ന് പറഞ്ഞ് ഈ ഇതിൽപ്പെട്ട ഒരാൾ ഖിൽജി വംശത്തിൽ 1320 അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സേനാനായകൻ അദ്ദേഹത്തിൻ്റെ തലവെട്ടുകയുണ്ടായി. അപ്പോൾ ആ സമരത്തിലുമൊക്കെ അട്ടിമറിയിലുമൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ഇവർ ചെയ്തതായിട്ട് ചരിത്രത്തിലുണ്ട്. 1320 വളരെ പഴയ പാരമ്പര്യമുള്ള ആളുകളാണ് അവർ. ഈ റബ്ബാരികളുടെ ഈ ക്ഷേത്രം, ശിവക്ഷേത്രം, വാലിനാഥ ക്ഷേത്രം എന്നാണ് പറയുന്നത്. വാലിനാഥൻ ശിവനെയാണ് വിളിക്കുന്നത്. പക്ഷെ വാലി എന്ന് പറഞ്ഞാൽ ചെവിയിലിടുന്ന കമ്മലാണ് വാലി. അതിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ, പണ്ട് ഈ ദ്വാരകയിലായിരുന്ന കാലത്ത് കൃഷ്ണൻ വന്ന് ഇപ്പം ക്ഷേത്രം നിൽക്കുന്ന ആ ഭാഗം കാടായിരുന്നപ്പോൾ അവിടെ വന്ന് രാസലീല നടത്തുന്നുണ്ടായിരുന്നു ഗോപികമാരുമായിട്ട്. അവിടെ അന്യർക്ക് പ്രവേശനമില്ലല്ലോ. അപ്പോൾ ഇതെന്താണ് ഈ രാസലീല എന്നൊക്കെ അറിയാനായിട്ടൊരു കൗതുകം തോന്നിയിട്ട് ശിവൻ ഒരു ഗോപികയുടെ വേഷം കെട്ടിയിട്ട് വേഷപ്രച്ഛന്നനായിട്ട് അവിടെ വന്നു, കമ്മലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഈ ഗോപിക അത്ര ശരിയല്ല. അപ്പോൾ ആ ഗോപികയോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വെളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട, വേഷം കെട്ടൊന്നും വേണ്ട, എനിക്ക് ആ കാര്യമൊക്കെ മനസ്സിലായി, ഇനി ആ പൂർണ്ണ രൂപം ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ആ പൂർണ്ണ പ്രത്യക്ഷം അവിടെ ഉണ്ടായി. പക്ഷെ അപ്പോഴും അത് പെട്ടെന്നൊക്കെ സംഭവിക്കുന്നതായതുകൊണ്ടോ എന്തോ കഥയിൽ ചോദ്യമില്ലല്ലോ, ആ ഇട്ടിരുന്ന കമ്മൽ ചെവിയിൽ ഒട്ടി ചേർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്മലുള്ളൊരു വിഗ്രഹമാണ്. അങ്ങനെയാണ് ശിവനവിടെ വാലിനാഥൻ. അപ്പോൾ അതായത് ശിവലിംഗത്തിന് പകരം ശിവന്റെ വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അതെ, സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ശിവലിംഗത്തിനെയാണ് തൊഴുന്നത്. ഇവിടെ ശിവൻ തന്നെയാണ് വിഗ്രഹം. അങ്ങനെ വേറെ ക്ഷേത്രങ്ങളുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇതാണ് അങ്ങനെ ഉള്ള ഏക ക്ഷേത്രമായിട്ട്. ഇനി ഉള്ളവരെ അവകാശവാദങ്ങളും ഒക്കെ ആയിട്ട്. സാർ, ഇതൊക്കെ ശരി, ഈ കഥകളും ഐതിഹ്യങ്ങളും ക്ഷേത്രങ്ങളും സംസ്കൃതിയും ഒക്കെ വളരെ നല്ലത്. പക്ഷെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഈ പ്രതിഷ്ഠ, പൂജ, കല്ലിടിയിൽ ഒക്കെ നടത്തുന്നതിലൂടെ മോദി എന്ത് മുദ്രാവാക്യമാണ്, എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, ഇതിൽ മതരാഷ്ട്രമാണ് അവർ സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് മുസ്ലിം പ്രീണനം നടത്തുന്ന കപടമതേതരവാദികൾ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ എളുപ്പമല്ലേ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട്? അതെ, അത് അവരങ്ങനെ പറഞ്ഞോട്ടെ, ആ കുരു പൊട്ടട്ടെ എന്നാണല്ലോ മോദി വിചാരിക്കുക. മോദി ഇത്തരം സംഗതികൾ ആ ആശയം കൊണ്ട് കൗണ്ടർ ചെയ്യാറില്ലല്ലോ, പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം
കൗണ്ടർ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും കുരുക്കൾ ഉണ്ടാക്കുകയാണ്. അതെ. അപ്പോൾ ഈ മതരാഷ്ട്രം ആണ് മോദിയുടെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം ആരെയാണ് മാതൃകയാക്കിയിരിക്കുന്നത്? ഗാന്ധിയല്ലേ? ഗാന്ധിയാണല്ലോ. ഞാൻ രഹസ്യം ചോദിക്കട്ടെ, സാറ് കേരളത്തിലെ ഏറ്റവും സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. മോദി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുമോ? മോദി ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നില്ലല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വന്ന ഈ കപട മതേതരത്വം അതല്ല. അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംസ്കൃതിയെ നമ്മൾ സംരക്ഷിക്കുക. പിന്നെ അദ്ദേഹം, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം രണ്ടാമത് പ്രധാനമന്ത്രിയായപ്പോൾ വിജയപ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പം പലർക്കും ഒരു കാർഡുമായിട്ട് നടക്കുന്നത് ഒരു ഫാഷനാണ്, സെക്കുലർ കാർഡ്. ആ കാർഡിൻ്റെ പേരാണ് സെക്കുലറിസം. അദ്ദേഹത്തിന് മതേതരത്വം എന്ന് പറഞ്ഞ് ഇവർ ഈ നെഹ്റുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ പറയുന്ന മതേതരത്വം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം നെഹ്റു ഈ മുസ്ലിം പ്രീണനം ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്ന ആളാണല്ലോ. മറ്റേ ചക്രവർത്തിയായിട്ടൊക്കെ അഭിഷേകം സ്വയം അതിന് വിധേയനായ ആളാണ് അദ്ദേഹം. പക്ഷേ രാജേന്ദ്ര പ്രസാദൊക്കെ സോമനാഥ് പ്രതിഷ്ഠയ്ക്കോ അഭിഷേകത്തിനൊക്കെ പോകുമ്പോൾ അത് വിലക്കുകയൊക്കെ ചെയ്യും. പോയി. അതെ, അദ്ദേഹത്തിന് രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി എന്ന നിലയിൽ പങ്കെടുത്തു. അദ്ദേഹം പങ്കെടുത്തു. മോദി മാത്രമല്ല പോയിട്ടുള്ളത്, അല്ല, അവരും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച KM മുൻഷിക്കായിരുന്നു സോമനാഥ് പട്ടേൽ, സർദാർ പട്ടേൽ. അതെ അതെ. ഇവരൊന്നും മതവിരുദ്ധരായിരുന്നില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഒരു രഹസ്യം പറയട്ടെ. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലെ ആദ്യകാലത്തെ എല്ലാവരും, ഡാംഗെ ഉൾപ്പെടെ, ബാൽ ഗംഗാധർ തിലകിൻ്റെ ശിഷ്യന്മാരാണ്. ബാൽ ഗംഗാധർ തിലകിനെയാണ് അവർ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുമത തത്വങ്ങൾ അതിലാകൃഷ്ടരായിട്ടാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചൊരു അപഭ്രംശമുണ്ടായി എന്നല്ലേ കരുതേണ്ടതുള്ളൂ. പക്ഷെ നമ്മുടെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഈ മാക്സ് മുള്ളർ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാഗരികതയുടെ വെള്ളത്തൊട്ടിലാണ് ഇന്ത്യ. ഒന്നും വേണ്ട. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള എൻ്റെ സുഹൃത്താണെങ്കിലും കപട മതേതരവാദിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ ആരാധനാ പുരുഷനായ ഒക്ടേവിയോ പാസ് എന്ന് പറഞ്ഞ കവി, അദ്ദേഹം ഇന്ത്യയെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇന്ത്യയുടെ ഈ മഹത്വം വാഴ്ത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അവിടെ മെക്സിക്കോയിലെ അവിടെ ഈ ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്, മായൻ സംസ്കാരം, മായൻ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിനൊരു സംസ്കൃതി കണ്ടാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സംസ്കൃതി അതാണ്. ഇപ്പോൾ മാജിക്കൽ റിയലിസം അദ്ദേഹം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മിത്തുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ. അതായത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് യുക്തിയിൽ മാത്രം എഴുത്ത് നടത്താൻ കഴിയില്ല, ഭാവനയിൽ യുക്തിയില്ല. ഭാവനയും കൂടി ഉൾച്ചേർന്നതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായത് ഇന്ത്യയെ. ഇതിനെ മുഴുവൻ സ്വാംശീകരിച്ചിട്ടുള്ള ഒരാളാണ് മോദി. മതം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഗാന്ധിയെ പോലെ മോദിയും തിരിച്ചറിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.